ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. Q4 റിസൾട്ട് സീസൺ ആരംഭിച്ചിട്ട് ഇതിനോടകം 71ഓളം ചെറുതും വലുതുമായ സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പല മാർക്കറ്റ് ലീഡിംഗ് കമ്പനികളുടെ റിസൾട്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള മാർക്കറ്റ്, അതിലെ സെക്ടേഴ്സും ഒക്കെ എങ്ങനെയായിരുന്നു Q4 പെർഫോം ചെയ്തത് എന്ന് അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ നമുക്ക് ഇപ്പോൾ ലഭിക്കുക സാധ്യമല്ല. എങ്കിലും നിലവിൽ റിസൾട്ട് വന്ന സ്റ്റോക്കുകളെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കിയാൽ അവയിൽ തകർപ്പ് റിസൾട്ട് കൊണ്ടുവന്ന പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുവരെ ഫലങ്ങൾ വന്ന കമ്പനികളിൽ ഭൂരിഭാഗവും ഏകദേശം ഒരു ഡബിൾ ഡിജിറ്റ് വളർച്ച രേഖപ്പെടുത്തിയ സ്റ്റോക്കുകളാണ്. എന്നാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലുണ്ടായ ആ ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ആ ഗൾഫ് കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ ചില സെക്ടറുകളുടെ മാർജിനുകളെ വലിയ തോതിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചില പ്രതീക്ഷ നൽകുന്ന സെക്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആദ്യ റിസൾട്ട് വന്നിട്ടുള്ള TCS എന്ന ഒരു ജയന്റ് IT കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് 12% വളർന്നത് അതൊരു മികച്ച തുടക്കം തന്നെയാണ്. കൂടാതെ അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെക്ടറിൽ നിന്നുള്ള വരുമാനം അത് വർദ്ധിക്കുന്നത് പൊതുവെ IT സ്റ്റോക്കുകളുടെ ആ ഒരു ചേഞ്ചസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വാഹന വിപണിയിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നത് തുടരുന്നതിനാൽ പ്രത്യേകിച്ച് പാസഞ്ചർ വെഹിക്കിൾ വിഭാഗത്തിൽ നല്ല Q4 ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ HDFC, ICICI പോലുള്ള ബാങ്കുകൾ അവരുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കൂടാതെ ക്രെഡിറ്റ് ഗ്രോത്തും ഈ സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ ഒരു ബാങ്കിങ് മേഖലയിലുള്ള നല്ല ഒരു പെർഫോമൻസിൻ്റെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും മികച്ച പ്രകടനമാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള FMCG സ്റ്റോക്കുകളിലെ ചില അപ്ഡേറ്റുകൾ റൂറൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ റോ മെറ്റീരിയലിലെ ഒരു ഇൻപുട്ട് കോസ്റ്റ് കുറഞ്ഞത് കാരണം അവരുടെ മാർജിൻ വർദ്ധിച്ചിട്ടുണ്ട് എന്നുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില മേഖലകൾ ഇപ്പോഴും പ്രശ്നങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് കാരണം പ്രത്യേകിച്ച് ഈ കെമിക്കൽസ്, അതുപോലെ ഏവിയേഷൻ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ അത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അത് മൊത്തത്തിൽ ഇപ്പോൾ ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിലുള്ള ആ ഒരു അൺസർട്ടനിറ്റി കാരണം അവരുടെ വളർച്ചയിലും ചില ആശങ്കകൾ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള സിനാരിയോയിലൂടെയാണ് നമ്മൾ ഈ സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ പരിശോധിക്കുന്നത്. അപ്പോൾ സ്ക്രീനർ സൈറ്റിൽ ഏകദേശം 71 സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് നമുക്ക് ഇതുവരെ വന്നതായിട്ട് കാണാൻ കഴിയുക. അപ്പോൾ അതിൽ ഡബിൾ ഡിജിറ്റ് ഇയർ ഓൺ ഇയർ സെയിൽസ് റവന്യൂ വർദ്ധിച്ചതും അവർ ഡബിൾ ഡിജിറ്റായിട്ട് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് വർദ്ധിച്ചതായിട്ടുമുള്ള സ്റ്റോക്കുകളെ ഫിൽട്ടർ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സെയിൽസിലും പ്രോഫിറ്റിലും ഒരു പോസിറ്റീവ് ഗ്രോത്ത് കാണിച്ചതുമായ സ്റ്റോക്കുകളെ നോക്കുകയാണെങ്കിൽ അതിൽ 500 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളെ മാത്രം ഒന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്ത ഏകദേശം 10 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെ ഒരു മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യം നമ്മൾ കാണുന്ന സ്റ്റോക്ക് HDB ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. HDFCയുടെ ബാക്കപ്പോട് കൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് റീറ്റെയിൽ ഫോക്കസ്ഡ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ് HDB ഫൈനാൻഷ്യൽ സർവീസസ്. അടുത്ത കാലത്താണ് അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഒരു പോസിറ്റീവ് ഗ്രോത്ത് ഇവിടെ പ്രകടമാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 20-day മൂവിംഗ് ആവറേജിന് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടെ ഉയർന്നു നിൽക്കുകയാണ് ഈ സ്റ്റോക്ക്. എങ്കിൽ പോലും RSI ഇപ്പോഴും 61 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും ഒരു അപ്സൈഡ് മൂവിന് അവിടെ സാധ്യതയുണ്ട് എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സ്റ്റോക്ക് ശക്തമായ റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഏഞ്ചൽ വൺ ആണ്. ഏഞ്ചൽ വൺ ഒരു ഡൈവേഴ്സ്ഡ് ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനിയാണ്. കോർ ബിസിനസ് സ്റ്റോക്ക് ബ്രോക്കിംഗ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇയർ ഓൺ ഇയർ സെയിൽസിലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ക്വാർട്ടറിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടാണ് ഈ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഏഞ്ചൽ വണ്ണിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 20-day മൂവിംഗ് ആവറേജിൻ്റെ വളരെ ഉയരത്തിലേക്ക് പോയിരിക്കുകയാണ്. കൂടാതെ RSI 70 മുകളിലേക്ക് പോയിട്ട് ഓവർ ബോട്ട് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സ്റ്റോക്ക് വാല്യൂ റിന്യൂവബിൾ ടെക്നോളജീസ് ആണ്. ഇത് റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള പവർ ജനറേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. കൂടാതെ ഇവർക്ക് കൺസൾട്ടൻസി സർവീസസും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ 131% വമ്പിച്ച ഒരു സെയിൽസ് ഗ്രോത്താണ് കാണുന്നത്. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിലും വമ്പിച്ച ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടറിലും ഡബിൾ ഡിജിറ്റിലുള്ള ഒരു സ്ട്രോങ് പോസിറ്റീവ് ഗ്രോത്താണ് ഈ സ്റ്റോക്കിലുള്ളത്. ഈ സ്റ്റോക്കും അതിൻ്റെ 20-day മൂവിംഗ് ആവറേജിൻ്റെ വളരെ ഉയരത്തിൽ പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഓവർ ബോട്ട് സോണിൽ എത്തിയതായിട്ടും 79 എന്നുള്ള RSI ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കേണ്ടി വരും. മറ്റൊരു തകർപ്പ് റിസൾട്ട് കൊണ്ടുവന്ന സ്റ്റോക്ക് FMCG സെഗ്മെന്റിലുള്ള ബജാജ് കൺസ്യൂമർ ആണ്. ഇവർ പ്രധാനമായിട്ടും കോസ്മെറ്റിക്സ്, ടോയ്ലറ്ററീസ്, അതുപോലെ പേഴ്സണൽ കെയർ വിഭാഗത്തിലുള്ള FMCG പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 30%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് 105% വമ്പിച്ച വർധനമാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും.
ഈ സ്റ്റോക്കും ഇപ്പോൾ അതിൻ്റെ 20-ഡേ മൂവിംഗ് ആവറേജിന് മുകളിൽ ഉയർന്നു പോയിട്ട് അപ് ട്രെൻഡ് കാണിക്കുന്നത് കാണാം. 70 എന്നുള്ള ആ ഒരു നിർണായക ലെവലിലാണ് RSI നിൽക്കുന്നത്. ഇപ്പോൾ ഓവർബോട്ട് സോണിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഒരു കറക്ഷൻ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അടുത്തൊരു സ്റ്റോക്ക് സ്വരാജ് എഞ്ചിൻസ് ആണ്. ഈ ട്രാക്ടറുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡീസൽ എഞ്ചിൻ നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനിയാണ് സ്വരാജ് എഞ്ചിൻസ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 20% ഗ്രോത്ത് സെയിൽസിലും പ്രോഫിറ്റിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്കും ഇതുപോലെ 20-ഡേ മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്തുകൊണ്ട് വളരെ ഉയരത്തിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഓവർബോട്ട് സോണിൽ നിന്നും ഒരു പുൾ ബാക്ക് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 69 എന്ന ലെവലിലാണ് RSI നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുൾ ബാക്ക് നടക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഒരു RSI 50-60 ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. അടുത്തത് VSC ഇൻഡസ്ട്രീസ് ആണ്. ഇത് നമുക്കറിയാം ITC പോലെ തന്നെ സിഗരറ്റ്സും അതുപോലെ ടൊബാക്കോ പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യും ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതിൻ്റെ റിസൾട്ടും തകർപ്പ് റിസൾട്ടാണ് കാണുന്നത്. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 120% വർധനം ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സെയിൽസിൽ 30% വർധനമുണ്ട്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും വമ്പിച്ച ഗ്രോത്താണ് ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്കാണെങ്കിലും 20-ഡേ മൂവിംഗ് ആവറേജിന് മുകളിൽ വലിയൊരു ഗ്യാപ്പോട് കൂടിയാണ് ഈ സ്റ്റോക്ക് മുകളിലിട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ RSI ഓവർബോട്ട് സോണിൽ 74 എന്ന ലെവലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും ഒരു കറക്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത നല്ല റിസൾട്ട് കൊണ്ടുവന്ന മറ്റൊരു സ്റ്റോക്ക് കൃഷാന ഫെസ്കം ആണ്. ഇവർ ഫെർട്ടിലൈസേഷൻ കെമിക്കൽ മേഖലയിൽ മാനുഫാക്ചറിങ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 59% വർധനവും പ്രോഫിറ്റിൽ 153% ഒപ്പിച്ച വർധനവുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ക്വാർട്ടറിലാണ് തകർപ്പൻ പെർഫോമൻസ് ഈ സ്റ്റോക്ക് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇവിടെയും 20-ഡേ മൂവിംഗ് ആവറേജിന് മുകളിൽ വമ്പിച്ച ഒരു മുന്നേറ്റം ഈ സ്റ്റോക്ക് നടത്തിയായിട്ട് കാണാം. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നതായിട്ടും കാണാം. ഇപ്പോൾ 70 എന്നുള്ള ആ ഒരു RSI ലെവലിലേക്ക് അത് തിരിച്ചു വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കും അതിൻ്റെ ഒരു കറക്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്തൊരു സ്റ്റോക്ക് ആനന്ദ് രതി ഷെയർസ് ആൻഡ് ഷെയർ ബ്രോക്കേഴ്സ് ആണ്. ഇതൊരു ഫുൾ സർവീസ് ബ്രോക്കിംഗ് കമ്പനിയാണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണുകയും പ്രോഫിറ്റിൽ വമ്പിച്ച ഒരു ഗ്രോത്ത് 125% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 20-ഡേ മൂവിംഗ് ആവറേജ് മോഡിൽ വമ്പിച്ച ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഇപ്പോൾ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നതായിട്ട് കാണാം. ആ ഒരു ഓവർബോട്ട് സോണിൽ നിന്നും താഴത്തേക്ക് വന്ന് ഇപ്പോൾ RSI 66 എന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 50-60 എന്ന ലെവലാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു RSI ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. മറ്റൊരു തകർപ്പ് റിസൾട്ട് കൊണ്ടുവന്ന സ്റ്റോക്ക് SG ഫിൻസർവ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, വെൽത്ത് മാനേജ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി ഇയർ ഓൺ ഇയർ സെയിൽസിൽ 94% വമ്പിച്ച സെയിൽസ് ഗ്രോത്ത് ആണ്. കൂടാതെ പ്രോഫിറ്റിൽ 77% ഗ്രോത്തും ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇതേപോലെ തന്നെ ഡബിൾ ഡിജിറ്റ് പോസിറ്റീവ് ഗ്രോത്ത് നമുക്ക് കാണാം. SG ഫിൻസർവ് ഇതേപോലെ തന്നെ അതിൻ്റെ 20-ഡേ മൂവിംഗ് ആവറേജിൻ്റെ മുകളിൽ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ടോപ്പിൽ ഇപ്പോൾ സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. ഇപ്പം ഇപ്പോഴും ഓവർബോട്ട് സോണിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. 74 എന്ന RSI ആണ് ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ആദിത്യ ബിർള മണി എന്ന സ്റ്റോക്കാണ്. ഇവർ സ്റ്റോക്ക് ബ്രോക്കിംഗ്, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊഡക്ട്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്, PMS പ്രൊവൈഡർ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 30% വർധനമാണ്. പ്രോഫിറ്റിൽ 101% വമ്പിച്ച ഗ്രോത്തുമാണ് കാണുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പ്രോഫിറ്റിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണാം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 20-ഡേ മൂവിംഗ് ആവറേജിന് മുകളിൽ വമ്പിച്ച ഒരു മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. ആ ഒരു RSI 70 ലെവലിൽ ഒരു റെസിസ്റ്റൻസ് നേടുന്നതായിട്ട് കാണാം. അവിടെ 69 എന്ന RSI ആണ് ഇത് നൽകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കറക്ഷൻ വന്നിട്ട് 50-60 ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റോക്ക് കംഫർട്ടബിൾ ലെവലിൽ എത്തിയെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകളിൽ ഭൂരിഭാഗം നമ്മൾ കാണുന്നത് ഫൈനാൻസ് മേഖലയിലും അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് മേഖലയിലും പ്രവർത്തിക്കുന്ന കമ്പനികളാണ് തകർപ്പ് റിസൾട്ടുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവന്ന 10 സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ്. നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്ന മുറക്ക് ഇതേപോലെയുള്ള ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരുന്ന സ്റ്റോക്കുകളുടെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.